നമുക്കല്ലാതെ ഇത്ര വിശാലമായി ചിന്തിക്കാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിശാലമായ ഭാരതത്തിന്റെ സംസ്കാരം? ചാന്നാലിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ചടങ്ങുകൾക്ക് തുടക്കമായി. ബ്രഹ്മശ്രീ പുലിമുഖം ജഗന്നാഥ ശർമ്മയുടെ നേതൃത്വത്തിലാണ് യജ്ഞച്ചടങ്ങുകൾ. ചൊവ്വാഴ്ച രാവിലെ ഗ്രന്ഥ നമസ്കാരത്തോടെ ഭാഗവത പാരായണം ആരംഭിച്ചു. വരാഹാവതാര ഭാഗങ്ങളാണ് ആദ്യ ദിനം പാരായണം ചെയ്തത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം യജ്ഞശാലയിൽ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു. ശുക്രാചാര്യ മകളായിക്കൊണ്ട് അവരോട് പറഞ്ഞത് 1000 വർഷം ഒരുമിച്ച് ജീവിച്ചു. എത്ര വർഷമാണ്? 1000 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും കിഞ്ചന പോലും തൃപ്തി വന്നില്ല. എങ്ങനെയാ ഉപാധി വന്നത്? ഹോമകുണ്ടത്തിലേക്ക് അഗ്നിയിലേക്ക് നെയ്യ് സമർപ്പിക്കുമ്പോ അത് ആളി കത്തുന്നത് പോലെ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങുന്നത് കൊണ്ട് എന്ത് പറ്റി? വീണ്ടും വീണ്ടും 1000 കൊല്ലം ജീവിച്ചിട്ടും ദേവയാനി കിഞ്ചന പോലും തൃപ്തി വന്നിട്ടില്ല. ഇനി വരാനും പോകുന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കാം. ഈ ജീവിതമൊന്നും വേണ്ട, ഉപേക്ഷിച്ചിട്ട് രാജർഷിയായി തപസ് ചെയ്യുന്നതാണ് മര്യാദ. എത്ര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്? 1000 കൊല്ലം കഴിഞ്ഞിട്ട്. അത് നമ്മളെ കുറിച്ച് വേണ്ട കാര്യങ്ങളോ ഇല്ല. ഭൗതികമായ സുഖത്തിന്റെ പുറകിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് തോന്നില്ല, തൃപ്തി വരികയില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലും ആശ്ചര്യമെന്നതും ആശയാകുന്ന വാസന. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യും ക്ഷേത്രസന്നിധിയിൽ എത്തി. യജ്ഞത്തിൻ്റെ 2ാം ദിനമായ നാളെ നരസിംഹ അവതാര ഭാഗങ്ങൾ പാരായണം ചെയ്യും. വ്യാഴാഴ്ച ഉണ്ണിയൂട്ട് നടക്കും. വന്ദേ ഗണനായകൻ. പ്രഭോ ഗണപതി 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 പ്രഭോ ഗണപതി പ്രഭോ ഗണപതി